എന്തൊക്കെയോ നല്ല മണങ്ങളാണ് വന്നത്. എസെൻസിന്റെയോ എപ്പോഴും ഈ ബിൽഡിംഗിൽ എപ്പോഴും ഈ മണമുണ്ട്. ഉണ്ടല്ലേ? ഞാൻ കേറി വന്നപ്പോ ഞാൻ ഇവിടെ ചേട്ടന്മാരോട് പറഞ്ഞു ഉണ്ട്, നല്ല എന്തോ മണമുണ്ട്. അപ്പോ മമ്മിയും അമ്മയും. അതെ, മമ്മി. ഹലോ. ആൻഡ് ദിസ് ഇസ് പ്രശാന്ത് ഏട്ടന്റെ അമ്മ, പ്രമീള അമ്മ. അത് ലെന ചേച്ചിയുടെ അമ്മ ടീനമ്മ. മമ്മി ടീന മമ്മി. ഇവിടുത്തെ ടീനാസ് ബേക്സ് കാരണമാണ് ഇവിടുത്തെ മണം. അതെപ്പോഴും ഓൾ ഇയർ റൗണ്ട് 365 ഡേയ്സ് ഏകദേശം ഉണ്ട്. അപ്പൊ നമ്മൾ ക്രിസ്മസ് സമയത്ത് മാത്രമല്ല, ഇല്ല എപ്പോഴും നമ്മൾ ബേക്ക് ചെയ്യും. എവറി ഡേ പ്രാക്ടിക്കലി ഞാൻ ബേക്ക് ചെയ്യും. November 15th onwards, അത് ഞാൻ പറഞ്ഞു വന്നില്ലേ, November 15th onwards till December 10th വരെ ഇവിടെ ഡെയിലി യു ഗെറ്റ് ലവ്ലി സ്പൈസി സ്മെൽ. അത് കറിയല്ല, റിച്ച് പ്ലം കേക്ക് ആണ് എന്റെ. A lot of spice in it. ആളുടെ സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ കേക്കാണ്. And that's every year I get repeat orders. The customers they just love it. They wait for that year. ഒരു ദിവസം എത്ര കേക്ക്സ് ബേക്ക് ചെയ്യും ഏകദേശം ക്രിസ്മസ് ടൈമിൽ? ഒരു 20. 20 ഒറ്റയ്ക്കോ? Yes. കൊള്ളാലോ. ഒരു ഡയലോഗ് അതെ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മമ്മിയുടെ കുക്കീസും ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോ. അമ്മ നെന്മാറയിലാണ് കേട്ടോ, പാലക്കാട്. അപ്പൊ അമ്മ ഈ കുക്കീസ് ഒക്കെ എടുത്ത് ഒളിപ്പിച്ചു വയ്ക്കും. അതിപ്പോ പക്ഷെ പരസ്യമായി എല്ലാവരും അറിഞ്ഞു. എനിക്ക് തോന്നുന്നു ലെന ചേച്ചിക്ക് ഭാഗ്യമുണ്ട്, ഇങ്ങനെ ഒരു അമ്മ ഇവിടെ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നു. ഞാൻ വന്ന് കേറിയപ്പോ ലെന ചേച്ചിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഓ പ്രശാന്തിന്റെ അമ്മ നല്ല കിടിലം ഫുഡ്, നാടൻ ഫുഡിന്റെ എക്സ്പേർട്ട് ആണ്. അപ്പൊ എനിക്കത് രണ്ടും കിട്ടില്ലേ? രണ്ടും റിച്ച് പ്ലം കേക്കും കിട്ടില്ലേ? റിച്ച് പ്ലം കേക്ക് is not there. അപ്പൊ ഞങ്ങൾക്ക് ഭാഗ്യമില്ല. അതെന്താ അറിയോ, റിച്ച് പ്ലം കേക്ക് ഒരു ഫാമിലി ട്രഡീഷണൽ റെസിപ്പിയാണ്. അത് നമ്മൾ ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇനി എനിക്കാണ് അതിന്റെ ഭാഗ്യം. അറിയോ അല്ല, എന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചാൽ ചിലപ്പോ ഇതുപോലെ എന്തെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പോയി പറഞ്ഞാലോ, അബദ്ധത്തിൽ പോയി ഭയങ്കര സീക്രട്ട് റെസിപ്പിയാ. So today I'm making something different, but it's very close, like you know. And Christmas time la alkarke iduണ്ടാക്കാം, അല്ലെങ്കിൽ it's like everyday cake. So ഇന്ന് ഞാൻ അത് കാണിക്കാം. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് molasses fruit cake. Molasses and fruit cake. Okay, it's made like that. Okay, അത് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് പ്രമീളാമ്മയുടെ അടുത്തോടൊന്നു. അമ്മ, ഇത് ഈ പറയുന്ന ഞങ്ങൾ ഭയങ്കര ഹൈപ്പിൽ ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ കേക്ക് കഴിക്കാൻ. അത് മാത്രമല്ല, ചേച്ചിയുടെ ഇന്റർവ്യൂസിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ വരെ പോകുന്ന കേക്കാണ് ഇതെന്ന്. 2 വാക്ക് ഈ ക്രിസ്മസ് സമയത്ത് എങ്ങനെയാണ്? എനിക്ക് അവരുടെ എല്ലാം ഇഷ്ടമാണ്. ഇതുവരെ ആ കേക്ക് മാതിരി, ഇവരുടെ കേക്ക് മാതിരി വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫാന് ബിസ്ക്കറ്റ് ഈ മാതിരി എനിക്ക് കൊണ്ടുതരും. എപ്പോ വരുമ്പോഴും ഞാനതിന് മക്കൾക്ക് കൂടെ കൊടുക്കാണ്ട് ഒളിച്ചു വെക്കും. പക്ഷെ ഇപ്പൊ എല്ലാവരും നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രതിഭ മോളെ കുട്ടി പേരക്കുട്ടിക്ക് പ്രണവ് പേരക്കുട്ടിക്ക് പോലും കൊടുക്കത്തില്ല. അവന് കൊടുക്കും 1-2 പക്ഷെ അവൻ കുറെ ദിവസം അവിടെ ഇരിക്കുമ്പോ കുറെ കഴിക്കുമ്പോ എന്റെ കഴിയും. അപ്പൊ ഞാൻ അത്രയും ഇയാളിന്ന് കഴിക്കുമ്പോ പിന്നെ നമുക്ക് കേൾക്കാം. മിക്കവാറും ഞാൻ താഴെ വന്ന് നിൽക്കും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ വരും എന്നാ, ഞാൻ കൊച്ചിന്ന് ഒരു വരവ് വരുമെന്നാ. Okay, so we are ready. But my plum cakes can be couriered. I'm couriering pan India. Okay. പ്ലം കേക്ക് ആണെങ്കിൽ എന്റെ മക്കൾക്കെല്ലാം എടുത്തു വെച്ച് കൊടുക്കും. അമേരിക്കയിൽ നിന്ന് വരുന്ന മകന്, UK നിന്ന് വരുന്ന മകന് എല്ലാം എടുത്തു വെച്ച് അവർക്ക് പേര് കൊട്ടിച്ച്. പ്ലം കേക്സിന്റെ ആ ഷെൽഫ് ലൈഫ് my plum cakes can stay up to 1-2 years. ഇപ്പൊ ഞാൻ 2 years പറയണില്ല because of the climate change, and I don't know how people store it. I guarantee 1 year you can keep it airtight without refrigerating. Can keep it in your kitchen shelf. അടിപൊളി. അത്രയും മാരിനേറ്റഡ് ആണത്. It is so well soaked and preserved. There's no preservatives. I have one. After the program I'll show you. Okay. Which was baked last year. ഒരു പീസ്
ഡെഫിനറ്റ്ലി 1 piece. അമ്മ പറയായിരുന്നു കേക്ക് ഡെക്കറേഷൻ ഡെക്കറേഷൻ ആണെങ്കിൽ കണ്ടാല് ഇതുവരെ എനിക്ക് തോന്നുന്നേ ഇല്ല ഇവിടെ ആരെങ്കിലും അത് ചെയ്യുമെന്ന്. അത് ഫോട്ടോസ് കാണിച്ചു എല്ലാം കൈ കൊണ്ടാ ചെയ്യുന്നത്. ആള് മറ്റേ ഷുഗർ പേസ്റ്റ് കൊണ്ടൊക്കെ ഫോണ്ടന്റ് കൊണ്ടൊക്കെ കൈ കൊണ്ട് മോഡൽ ചെയ്യും faces. ഒരു സ്ത്രീ ഇരിക്കുന്ന മാതിരി തോന്നും. ഒരു കേക്ക് എനിക്ക് കാണിച്ചു സാരിയൊക്കെ അല്ലേ? 60 വയസ്സിലെ birthday അവരിരുന്ന് സാരി എല്ലാം ഡിസൈനൊക്കെ ഇട്ട് ഒരു അല്ല എന്താ ഇത് ഇപ്പൊ ഇവിടെ ആരാ താരം? ക്രിസ്മസ് അപ്പൂപ്പനൊന്നും താരല്ലാന്ന് തോന്നുന്നു എനിക്ക് ക്രിസ്മസിന്. ഇന്ന് മൊത്തം എനിക്ക് ഷോ സ്റ്റീൽ ചെയ്തതുപോലെ തോന്നാ. ഇവിടെ 2 പേര് ഇവിടെ ഇനി അടുത്ത ആള് കുക്ക് ചെയ്ത് തുടങ്ങുമ്പോ You will see the kind of preparation she makes. It's so easy and so tasty. അമ്മയുടെ പ്രത്യേകത എന്താ അറിയോ? കുക്ക് ചെയ്യുമ്പോ Simple. ഒരു സമയം കൊണ്ട് ഒരു 4-5 വിഭവം ടപ്പുന്ന് റെഡിയാവും. എന്ന് വെച്ചാൽ എപ്പോഴും വീട്ടില് അതെ എനിക്കങ്ങനെ ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അതിൽ തന്നെ, പക്ഷെ അതിലെന്താ ഇട്ടെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല ചിലപ്പോ. അതൊക്കെ നമ്മുടെ കൈയിടാവും. വെറുതെ ഇരിക്കുന്ന സാധനം കൊണ്ട് ഞാൻ ചെയ്യും. കൊറേ സാധനങ്ങൾ ഏറ്റവും special ഉണ്ടാക്കും, അങ്ങനത്തെയൊക്കെ. ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും. പക്ഷെ പ്രശാന്ത് ഏട്ടന്റെ ഒരു ഫേവറേറ്റ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിപ്പോ പറയുന്നില്ല, അവിടെ അതൊരു twist ആണ്. But all her kondatams are very tasty. She makes those which you can fry. നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കില്ലേ, മറ്റേ ചോറിനൂടെ മറ്റേ പയറ് കൊണ്ടാട്ടം. അത് പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് പഠിച്ചു ഇവരെ വറ്റല പറയും നിങ്ങള്, ഇവരൊക്കെ തോന്നണു ആ സൈഡില് കൊണ്ടാട്ടം. അതെ കൊണ്ടാട്ടം, പയറ് കൊണ്ടാട്ടം, ഞാൻ ഈ ഇടയ്ക്ക് കൊണ്ടാട്ടം, കൈപ്പയ്ക്ക. ഞങ്ങൾ പക്ഷെ കൈപ്പയ്ക്ക് പാവയ്ക്കാന്ന് പറയും. മുളക് കൊണ്ടാട്ടം, ചുണ്ടൻ കൊണ്ടാട്ടം. എനിക്കറിയില്ല. പിന്നെ മുരിങ്ങയില ദോശ എല്ലാവരുടെയും ഫേവറേറ്റ്. മുരിങ്ങയില ദോശയോ? ഞാൻ ഇന്ന് അതായിരുന്നു ആദ്യം ആദ്യം കാണിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ക്രിസ്മസിന് ഇത്തിരി ലൈറ്റ് ആയി പോകും. ക്രിസ്മസ് അല്ലേ, കുറച്ചുകൂടെ റിച്ചാവാ. അപ്പൊ ഡിഷ് അവിടെ ഇങ്ങനെ നിക്കട്ടെ, നമുക്ക് പിന്നെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ നിന്ന് പഠിച്ചത് മുരിങ്ങയില കുറെ കിട്ടി. അപ്പൊ ഈ മുരിങ്ങയില തോരൻ നമ്മൾ എങ്ങനെയാ വെക്കണമെന്ന് ചോദിച്ചപ്പോ, എണ്ണ ഇടാതെയാണ് മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് മുകളില് വെറുതെ വെളിച്ചെണ്ണ തൂവുന്നുള്ളൂ. അത് വേറൊരു എപ്പിസോഡിൽ കാണാം. അപ്പൊ ഈ കടു വറക്കില്ലേ അതിനകത്ത്? ഇല്ല, ഇല്ലേ? അതാണ്. സോ ഭയങ്കര ഓയിൽ ഫ്രീ ഡിഷാണ് അത്. പക്ഷെ ഇന്ന് അതല്ല കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ലെന ചേച്ചി എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? അത് പ്രശാന്ത് എന്നോട് ചോദിക്കേണ്ടി വരുമോ? ഞാൻ അത്യാവശ്യം ഇപ്പൊ നല്ല കുക്കായി. ഞാൻ കഴിഞ്ഞ ഒരു വർഷം US താമസിച്ചപ്പോ വേറെ ഒന്നും ഒരു നിവൃത്തിയില്ല. നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഡിന്നറും കുക്ക് ചെയ്യണം. പക്ഷെ പ്രശാന്ത് ഏട്ടനും എനിക്കും കുറെ ഡയറ്ററി ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അധികം റൈസ് കഴിക്കില്ല, ബക്വീറ്റ്, കീനോവ, മറ്റേത് മറിച്ച്. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഹെൽത്ത് ഫുഡ്സിന്റെ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി തുടങ്ങി വിത്ത് ഡേറ്റ്സ് ആൻഡ് ബനാനാസ്. വേറെ ഷുഗർ ഇല്ല അതില്, സ്വീറ്റനർ ഇല്ല. ഇല്ല, ഓക്കെ. ഡേറ്റ്സ് ഉണ്ടല്ലോ. ഡേറ്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് ഇപ്പൊ ഞങ്ങളത് റെഗുലർലി ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേക്ക് ആയിരുന്നു അത്. നമ്മളൊക്കെ കഴിച്ചിട്ട് പറയാനുള്ള ഇവരുടെ അടുത്തൊന്നും കൊടുത്തിട്ടില്ല. നമുക്കൊന്നും മാത്രം പറയും ഞാൻ കുക്കാണ്. ഇവരാരും കഴിച്ചിട്ടില്ല. ഉണ്ടാക്കി കൊടുക്കണം, പിടിക്കണ്ടായിരുന്നു. ഇത്രയും നല്ല ആൾക്കാർ വീട്ടിലുള്ളപ്പോ നമ്മൾ ആരെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് കൈപ്പുണ്യം കൈ കിട്ടിയോന്ന് അറിയണമല്ലോ. അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, റെസിപ്പീസ് വേണമെങ്കിലും ഉണ്ടാക്കാം. എല്ലാ കുട്ടികളും അതല്ലേ പറയുന്നത്, ഞങ്ങൾക്കൊന്നും അറിയണ്ട, യൂട്യൂബ് തുറന്നാ എല്ലാം കാണാം.